ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നൈനോട്ടീസ് വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നെയ്യ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ഇത് നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ പാല് തിളപ്പിച്ചിട്ട് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു വെണ്ണയാണ്. അതിൽ നിന്നാണ് നമ്മൾ നെയ്യ് എടുക്കുന്നത്. ആദ്യം അത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് മിക്സിയിൽ വെച്ച് അടിക്കുന്നത്. നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് നമ്മളത്. അടിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ ഒരു പാത്രത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ആ അടിച്ചെടുത്ത് വരുന്ന വെണ്ണ നമ്മൾ ആ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ മോരിൻ്റെ മയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിട്ടാനായിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്, പൂപ്പൽ വരും. അതുകൊണ്ടാണ് നമ്മൾ 2-3 വെള്ളത്തിലാക്കിയിട്ട് 2-3 പാത്രത്തിൽ വെള്ളം വെച്ച് അത് ഇങ്ങനെ മാറ്റി എടുക്കുന്നുണ്ട്. ആ പുളി മൊത്തത്തിൽ മാറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെണ്ണ എടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെക്കുന്നുണ്ട്. സ്റ്റൗ കത്തിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി ഇളക്കി അതിലെ വെള്ളം മൊത്തം നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട്. വെള്ളം നന്നായി വറ്റിച്ചെടുക്കാൻ മറക്കല്ലേ. നന്നായി തിളച്ച് ഈ കളറായി. അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് തുളസിയില അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കുപ്പിയിലേക്ക് അത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.